കൊല്ലം ജില്ലയിലെ പകൽ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. വീട്ടിൽ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് മക്കളോ ഭാര്യമാരോ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് ഒരു വിശ്രമമായിട്ട് കാലത്തെ ഇവിടെ എത്തിച്ചേരുകയും വൈകുന്നേരത്തോടു കൂടി വീടുകളിൽ പോവുകയും ചെയ്യുന്നതാണ് ഈ പകൽ വീട്. ജീവനക്കാർക്ക് ഏതാണ്ട് 6 മാസത്തോളമായിട്ടും ഇവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. അവർ ആഡിറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർ കോർപ്പറേഷൻ്റെ പൈസ കൊടുക്കുന്നതിലും അല്ലെങ്കിൽ തദ്ദേശ വകുപ്പിൽ നിന്നും കിട്ടുന്ന പൈസയുടെ നിന്നും ഒക്കെ ആയിട്ടാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇന്ന് കൊടുക്കാം നാളെ കൊടുക്കാമെന്നാണ് അവരടുത്ത് പറയുന്നതെങ്കിലും ഇതുവരെയായിട്ട് 6 മാസമായിട്ടും ഈ അമ്മമാരെ അച്ഛന്മാരെ നോക്കുന്ന അവർക്കുള്ള ആ വേതനം കൊടുത്തിട്ടില്ല. ആണോ? ഒരു പെണ്ണ് ഇവിടെ ഇല്ലല്ലോ, ആ പെണ്ണിനും ശമ്പളം കൊടുക്കണം. ആ പെണ്ണങ്ങ് മാറി ഇവിടുന്ന് അങ്ങ് 3 പേരുണ്ട്. 3 പേര് ഒരു കൊച്ചിനെ ഇപ്പോൾ ഇവിടെ ഇത് പഠിക്കാൻ വിട്ടതാണ്. 2 പേർക്ക് എന്താ അവർ നേരം വെളുത്ത് മനക്കെട്ട് ഇവിടെ വന്ന് ശമ്പളം കൊടുത്താ ഒരു ശമ്പളമൊന്നും കുറയ്ക്കല്ലോ. ശരിയാ പറയുന്ന എല്ലാം ശരിയാ. അവർ കിടന്ന് വിശന്നിരുന്ന് മണുകയാണ്. ആ ചെറുക്കൻ്റെ കോലം കണ്ട് ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞെങ്കിൽ കഷ്ടം അതിനെ കാണുന്നൂടെ. അതിൻ്റെ തള്ള ജോലി ചെയ്യാൻ വയ്യ. 2 ചേട്ടൻ്റെ 2 മക്കളുണ്ട്. ആ തള്ള എങ്ങോട്ടങ്ങ് പോയി കൊച്ചുങ്ങളെ കളഞ്ഞു. അതുങ്ങളെ നോക്കണേ ഈ ചെറുക്കൻ്റെ ചിലവാണ്. ഇപ്പം അതിന് ശമ്പളവും കിട്ടുന്നില്ല. വന്ന കാലം തൊട്ടൊക്കെ 15 വയസ്സുണ്ട് വരുന്നത് കേട്ടോ. എന്തോ ചെയ്യുക, നമുക്ക് കാണുന്ന അമ്മക്ക് കഷ്ടം വരും. തൂക്കിയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേ ഞങ്ങളും കൂടെ പിന്നെ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. അത്ര കഷ്ടപ്പെട്ട ഒരു ജീവിതമായി. ഒരു ചേട്ടനുണ്ട്, ഒരു ചേട്ടത്തി ഉണ്ടായിരുന്നു. 2 പിള്ളേരെ ഇട്ടേച്ച് അവളെ എങ്ങോട്ടങ്ങ് പോയി കേട്ടോ. അത് അങ്ങനെ അത് നോക്കാതിരിക്കുക. സഹോദരൻ്റെ മക്കളായി പോയി. അതിന് കഷ്ടപ്പെടാം. തള്ള വയറ്റി എന്നിരിക്കും. ആരുമില്ല ആ വീട് നോക്കാൻ. നമുക്ക് കാണുമ്പം സങ്കടം തോന്നില്ല. ഇവിടെ വന്നിട്ട് 6 മാസമായി ഇതുവരെയും ശമ്പളം കിട്ടിയിട്ടില്ല. ഇവിടെ പാടുപെടുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടുത്തെ വേറെ ഒരു പയ്യനുണ്ട്, അവനും ഈ കൊച്ചിനും ഒന്നും ശമ്പളം കിട്ടുന്നില്ല. 6 മാസം കൊണ്ട് അവരിങ്ങനെ വശം കെട്ട് കിടക്കുക. കഷ്ടമാണ് അവർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിൽ. എന്തോ ചെയ്യും? നമ്മളെ കണ്ടുമല്ല, നമ്മളവിടെ വന്നൊരു തുള്ളി വെള്ളം കുടിച്ച് കിടക്കുക. അന്നേരം പിന്നെ നമ്മളെന്തോ ചെയ്യാൻ പറ്റും? വലിയ ഉപകാരമായി മോനെ. അത് അധികാരപ്പെട്ടവരടുത്ത് പറഞ്ഞ് അവർക്ക് ആ ശമ്പളം മേടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും. ഓണമായിട്ട് അവത്തങ്ങളെ വീട്ടിലെ ഉത്തരവാദിത്തമൊക്കെ ഉള്ളതല്ലേ. വർത്തമാന സാമൂഹിക ജീവിത സാഹചര്യത്തിൽ ഈ പകൽ വീട് എന്ന് പറയുന്ന പദ്ധതി വളരെ നല്ലൊരു പദ്ധതിയാണ്. കാരണം ഈ പകൽ വീട് എന്ന അവിടെ വരുന്നത് അനാഥരായിട്ടുള്ള വയോജനങ്ങളല്ല. അവരുടെ മക്കളെയൊക്കെ വളർത്തി പഠിപ്പിച്ച് അവർക്കെല്ലാം വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ ജോലി വാങ്ങി അവരുടെ മക്കളെല്ലാം കുടുംബസമേതം മറ്റ് രാജ്യത്തോ സംസ്ഥാനത്തോ ഒക്കെ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വയോജനങ്ങൾ അവരുടെ വീടുകളിൽ ഒറ്റപ്പെടുന്നു. അപ്പോൾ അത്തരത്തിൽ ഒറ്റപ്പെടുന്ന വയോജനങ്ങൾക്ക് ഒത്തുചേരാനും അവർക്ക് സന്തോഷിക്കാനും ഒക്കെ തന്നെയുള്ളൊരു സംവിധാനമാണ് ഈ പകൽ വീട് എന്ന് പറയുന്ന സംവിധാനം. വളരെ സ്വാഗതാർഹമായ ഒരു പദ്ധതിയാണത്. നിലവിൽ നമുക്കറിയുവാൻ സാധിച്ചത് 6 മാസക്കാലമായിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളൊരു വാർത്തയാണ്. നമുക്കറിയാം, സ്വന്തം മാതാപിതാക്കളെ പോലെ പരിചരിക്കുന്ന ഈ വയോജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന, അവരുടെ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ജീവനക്കാർക്ക് 6 മാസക്കാലം ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് അത് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഒരു അനാസ്ഥയാണ്. അത് വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ്. അതുകൊണ്ട് അവർ അടിയന്തരമായിട്ട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന്, സാമൂഹിക നീതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടായി. ഈ ഓണത്തിനെങ്കിലും അവരുടെ കുടിശ്ശികയായിട്ടുള്ള 6 മാസത്തെ ശമ്പളം നൽകണം എന്നുള്ളതാണ് ഈ കോർപ്പറേഷനോടും സാമൂഹിക നീതി വകുപ്പിനോടുമുള്ള അഭ്യർത്ഥന. പരിപാലിക്കുന്ന ഈ പറയുന്ന ജീവനക്കാർക്ക്, ആ തുച്ഛമായ എണ്ണത്തിലുള്ള ജീവനക്കാരാണ്, ആ ജീവനക്കാർക്ക് പോലും ശമ്പളം നൽകുവാൻ നമ്മൾ മനസ്സിലാക്കുന്നത് 18,000 രൂപയോ മറ്റോ ആണ് ഇവരുടെ സാലറി ആയിട്ട് ഇവർക്ക് ശമ്പളമായിട്ട് ലഭിക്കുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ഈ ജീവിത സാഹചര്യത്തിൽ, വിലക്കയറ്റം മൂലം ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ 18,000 രൂപ കൊണ്ട് ഒരു കുടുംബത്തിന് കഴിയുവാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അതുപോലും കൊടുക്കുവാൻ ഇവിടുത്തെ കോർപ്പറേഷൻ അധികാരികളും സർക്കാരും തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് തികച്ചും മനുഷ്യത്വരഹിതമായ നടപടിയാണ്. കാരണം ഉത്സവകാലമാണ്, ഓണക്കാലമാണ്. അതുമാത്രവുമല്ല,
നമുക്കറിയാം നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്ക് തുറന്നിട്ട് ഏകദേശം 2 മാസം മാത്രമേ ആകുന്നുള്ളൂ. ജൂണിൽ സ്കൂൾ തുറന്നു, ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ 6 മാസമായി ശമ്പളം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബങ്ങൾ ഏത് നിലയിലാണ് ജീവിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. താൽക്കാലിക നിയമനങ്ങളാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം നടന്നിട്ടുള്ളത്. കൃത്യമായി പാർട്ടിക്കാരെയാണ് ഇവിടങ്ങളിലെല്ലാം തിരികെ കയറ്റിയിരിക്കുന്നത്. എന്നാൽ അവരും മനുഷ്യരാണല്ലോ, പാർട്ടിക്കാരായാലും അവർ മനുഷ്യരാണ്. അവർക്കും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരാണ്. ആ സർക്കാരുകൾ, പാവപ്പെട്ടവൻ്റെ സർക്കാരെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറുന്ന സർക്കാരുകൾ പാവങ്ങളെ കടുത്ത അവഗണനയിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്.